ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് 51 പോയിൻറ്റ്സ് അപ്സൈഡിലാണ്. ആൻഡ് നാസ്ഡാക്കിൻ്റെയും S&P 500 ക്ലോസിംഗ് പോസിറ്റീവ്ലി ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ട്രേഡിംഗ് ആണ്. ആൻഡ് FTSE മാത്രമാണ് 25 പോയിൻറ്റ്സ് അപ്സൈഡ് നിൽക്കുന്നത്. ആൻഡ് നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുവാണെങ്കിൽ മിക്സഡ് സിഗ്നൽസ് ആണ് ടോട്ടലി തരുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 30 പോയിൻറ്റ്സ് ഡൗൺ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെയായിരിക്കും ടുഡേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 23 പോയിൻറ്റ്സ് ഡൗൺ സൈഡാണ്. സോ മേ ബി ഒരു 50 പോയിൻറ്റ്സ് അടുത്ത് ഡൗൺ സൈഡോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇനിയും ടൈമുണ്ട്, തിരിച്ചും സംഭവിക്കാം. നിക്കി നോക്കുകയാണെങ്കിൽ 895 പോയിൻറ്റ്സ് അപ്സൈഡാണ്. സ്ട്രേറ്റ് ടൈം 41 പോയിൻറ്റ്സ് ആണ്. ഹാങ്സെങ് 7 പോയിൻറ്റ്സിലാണ് അപ്സൈഡിൽ നിൽക്കുന്നത്. തായ്വാൻ വെയിറ്റിൽ നിൽക്കുന്നത് 1100 പ്ലസ് പോയിൻറ്റ്സിൻ്റെ അപ്സൈഡാണ്. സോ ഏഷ്യൻ മാർക്കറ്റ്സ് ഒന്ന് സ്റ്റേബിൾ ആവാനുള്ള പോസിബിലിറ്റി നിലവിലുണ്ട്. ഓക്കെ, അപ്പം അഗ്രസീവ് ട്രേഡിങ്ങിലേക്ക് പോകേണ്ട. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണെന്ന് തോന്നുന്നു, കൺഫേം ആയിട്ടില്ല. എനിക്ക് ഹോളിഡേ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നാളെ. സോ അപ്പം ഇന്നൊരു സെൽ ഓഫിൻ്റെ പോസിബിലിറ്റിയും ഉണ്ടാവും. ഓക്കെ, ആൻഡ് നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇന്നലെ വരച്ച അതേ ലെവല് ഒന്നും മാർക്ക് ചെയ്യാതെ വെച്ചിട്ടുണ്ട് ഞാൻ പുതിയതായിട്ടൊന്നും. സോ നിഫ്റ്റി ഞാൻ പറഞ്ഞിരുന്നു ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു. സോ ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ട് ഈ ഏരിയയിൽ നിന്നും അപ്പ് സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷനിൽ നടന്നത്. ഇന്ന് കണ്ട ഞാൻ വരച്ചു വെച്ചിരുന്ന ആരോ അടക്കം അതേപോലെ ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇങ്ങനെയാണ് ചെയ്തത്. മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, ലിക്വിഡിറ്റി എടുത്തു. ശേഷം ഈ ഒരു ഏരിയയിൽ ഡിമാൻഡ് എടുത്ത് മാർക്കറ്റ് അപ്പ് സൈഡ് പോകാനുള്ള ഇന്റൻഷൻ, ആ ഒരു ബേസ് ഏരിയയാണ് നിന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് അത്യാവശ്യം വെച്ച ക്ലോസിംഗ് ആയിരുന്നു. 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3933 റേഞ്ചിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. സോ നമുക്കൊന്നൊന്ന് ഡ്രോയിങ്സ് ഒക്കെ റിമൂവ് ചെയ്യാം. ആൻഡ് ഡേ ചാർട്ട് നോക്കാം. ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിന്റെ ക്ലോസിംഗ് നെഗറ്റീവ്ലി ആണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ഡേ ലോയും കാട്ടി താഴെ. മെനഞ്ഞാനത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഇന്ന് ഒരു 60 മിനിറ്റ് ചാർട്ട് നോക്കാം. 1 hour ചാർട്ട് നോക്കുമ്പോഴും സോ നമ്മൾ ഒരു ലോങ് ഹയർ പിക്ചർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് നോക്കാം. ആൻഡ് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി എടുക്കാനാണെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ 24,000, ഈ ഒരു ഏരിയ 24,224 എന്നുള്ള ഏരിയ മാർക്കറ്റിന് മേ ബി ആ ഒരു ഏരിയയിലേക്കൊരു ലിക്വിഡിറ്റി ബിൽഡിങ്ങിന് വന്നാൽ നന്നായിരുന്നേനെ. അപ്പോൾ എന്തായാലും ഒരു ലോങ്ങർ പിക്ചർ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം 23,800 എന്ന് പറഞ്ഞ ഈ സോണിലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു പ്രോബബിൾ ഡിമാൻഡ് സോണ് വർക്ക് ചെയ്യുക 1 hour ചാർട്ടിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ആ ഗ്യാപ്പ് അപ്പ് നടത്തി ആൻഡ് ഒരു ലിക്വിഡിറ്റി ഹണ്ടിന് വേണ്ടി താഴെ ഒരു റീടെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, താഴെ വന്നു. ഓക്കെ, ആൻഡ് 15 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്കൊരു ലോങ്ങർ വ്യൂയിലേക്ക് പോകാം. ഓക്കെ, ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് എന്തായാലും ഒരു പുൾ ബാക്ക് തന്നിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ആൻഡ് ഇനി അവിടെ നിന്നൊരു വീണ്ടും മാർക്കറ്റിന് ഒരു സെല്ലിംഗ് പ്രഷർ നേടുകയാണെങ്കിൽ 23,694 എന്ന് പറഞ്ഞ ഈ സോൺ, ഈ ഒരു ഏരിയ മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, 23,000 ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ 23,690 to 720 ഈ ഏരിയ മാർക്കറ്റിന്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഇന്നലത്തെ ഈ ലോ എന്തായാലും ഇന്ന് ബ്രേക്ക് ചെയ്യും. സോ ഈ ഒരു ഏരിയ 23,820 to 850 ഈ സോണിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുമോ എന്നുള്ളതാണ് ഫസ്റ്റ് കൺസിഡറേഷൻ ആയിട്ട് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് മാർക്കറ്റിന്റെ ഒരു പൊട്ടൻഷ്യൽ സപ്ലൈ സോണായിട്ട് ഞാൻ കണക്കാക്കാൻ പോകുന്ന സോണ് ഇതായിരിക്കും 24,081. ഓക്കെ, മാർക്കറ്റ് ഇനിയിപ്പോൾ ഒരു ഡൗൺ സൈഡ് വന്ന് തിരിച്ചു കയറിയാലും 24,081 എന്ന് പറഞ്ഞാൽ ഈ സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു പൊട്ടൻഷ്യൽ അപ്സൈഡ് വ്യൂയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുള്ളൂ. ആൻഡ് അവിടെ നിന്നും മാർക്കറ്റ് അടുത്ത 24,325 എന്ന് പറഞ്ഞാൽ സപ്ലൈയിലേക്കായിരിക്കും പോകുന്നത്. സോ ഇത്രയും സോൺസ് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഒരു ലോവർ ലെവലും കൂടെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്, 23,560. ഇത്രയായിരിക്കും എൻ്റെ വ്യൂ. ഇത്രയും 15 മിനിറ്റിൽ ഞാൻ മാർക്കറ്റ് ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കും, അല്ലെങ്കിൽ ഡിമാൻഡ് എടുക്കും എന്ന് ഞാൻ കരുതുന്ന സോൺസ് ഇങ്ങനെയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ ഒരു ഏരിയാസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ വാർത്തയിലുണ്ടെന്നുള്ള കാര്യം നോക്കാം. അപ്പം ഇന്ന് റിസൾട്ട് വരുന്നത് ഡാറ്റ ഇന്ത്യ റിസൾട്ട് വരുന്നുണ്ട്. സെല്ലോ വേൾഡ്, ഫിസിക്സ് വാല, ആദിത്യ ഇൻഫോടെക്, കമൻസ് ഇന്ത്യ, GMR എയർപോർട്ട്, ON EMI ടെക്നോളജീസ്, PC ജൂവലേഴ്സ്, PG ഇലക്ട്രോപ്ലാസ്റ്റ്, സുപ്രിയ ലൈസൻസ് ആൻഡ് സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ് ഞാൻ പറഞ്ഞു. മെയ് 28 BDL, ആൽക്കൻ ലബോറട്ടറീസ്, അശോക് ലേലാൻഡ്, ദീപക് ഫെർട്ടിലൈസേഴ്സ്, ഫിനോലെക്സ് കേബിൾസ് ഇതൊക്കെ നാളെ വരുന്നതാണ്. ലെമൺ ട്രീ ഹോട്ടൽസ്, ഗ്രാഫൈറ്റ്, ഗുജറാത്ത് പോർട്ട്, പിന്നെ ഹെൽത്ത്, പിന്നെ ഏതാ ഉള്ളത്,
ട്രാജ് ഇൻഡസ്ട്രീസ്, സ്നൈഡർ ഇലക്ട്രിക്, ടെനിക്കോ ക്ലീൻ എയറിൻ്റെയൊക്കെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. ഹാപ്പിയസ്റ്റ് മെൻ. സോ ഇതൊക്കെ ഇന്ന് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ. ONGC റിസൾട്ട് വരുമ്പോഴത്തേക്കും സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് മോസ്റ്റ്ലി 6,650 കോടി, അതായത് ഒരു 3% ഇൻക്രീസ് ഉണ്ട്. 6,448 കോടിയിൽ നിന്നും 3% ഇൻക്രീസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഉള്ളത്. ആൻഡ് സൈമൺസ് പ്രോഫിറ്റ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടല്ല, 582 കോടിയിൽ നിന്ന് 370 കോടിയിലേക്ക് ഒന്ന് ടാങ്ക് ചെയ്തു, അതായത് കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. JK ടയറിന്റെ ആണെങ്കിൽ 98 കോടിയിൽ നിന്ന് 178 കോടിയിലേക്ക് മാർക്കറ്റ് സൂം ചെയ്തു, പ്രോഫിറ്റ് സൂം ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഓക്കെ. ആൻഡ് പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഹെൽത്തിന്റെ റിസൾട്ടാണ് 61 കോടിയിൽ നിന്ന് 94 കോടിയിലേക്കും ഉയർന്നു. ലാൻഡ് മാർക്ക് കാർഡ്സിനും വളരെ പോസിറ്റീവ് റിസൾട്ടാണ്. 1.42 ക്രോഴ്സിൽ നിന്നും 15 കോടിയിലേക്ക് പ്രോഫിറ്റ് കയറി. സോ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഗാന്ധാർ ഓയിൽ റിഫൈനറിക്കാണെങ്കിൽ 11 കോടിയിൽ നിന്ന് 40 കോടിയിലേക്ക് 248% വർധനവുണ്ട്. പിന്നെ രാംരത്ന വയേഴ്സ്, ഓക്കെ, ഞാനത് നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 18 കോടിയിൽ നിന്നും 39 കോടിയിലേക്ക് പ്രോഫിറ്റ് കൂടി എന്നുള്ളതാണ് പിന്നെ ഉള്ളത്. പിന്നെ മന്ത്ലി സബ്സ്ക്രൈബേഴ്സ് ഡേറ്റ എന്ന് പറയുന്ന കാര്യം ഇറങ്ങിയിട്ടുണ്ട്. റിലയൻസ് ജിയോ മോസ്റ്റ്ലി 29.42 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തു. അതിൻ്റെ കഴിഞ്ഞ മാർച്ചിനാണെങ്കിൽ 32 ലക്ഷമായിരുന്നു, ഇത് 29 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭാരത് എയർടെൽ ആണെങ്കിൽ 31 ലക്ഷത്തിന്റെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. വോഡോഫോൺ ഐഡിയ ഒരു 53,287 പേരുടെ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ന്യൂസുകൾ. പിന്നെ പ്രത്യേകിച്ച് ന്യൂസ് ഉള്ളത് എന്താണ്? ഓക്കെ, അപ്പോൾ ഇത്രയും ന്യൂസുകളൊക്കെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ. എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ID അവിടെ ഉണ്ട്. അപ്പം ചാനലുകാർ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.